ഒരു മന്ത്രിയാകാം, അതല്ലെങ്കിൽ മന്ത്രിയാകേണ്ട കാര്യവുമില്ല. പക്ഷെ മന്ത്രിയാവുന്നത് നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ സാധിക്കുന്ന ഒരു ഡയറക്റ്റ് സർവീസ് അതിനകത്തുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഞാൻ കാണുന്ന മെച്ചം. കെ സുധാകരൻ MP MLAക്ക് വേണ്ടി പാർട്ടിക്കുള്ളിൽ നടത്തിയ പോര് നമ്മളൊക്കെ കണ്ടതാണ്. എന്നാൽ ഈ കെ സുധാകരൻ MP ആയിട്ടുള്ള തൻ്റെ ദൗത്യ നിർവഹണം കൃത്യമായ രീതിയിൽ നടത്തിയോ എന്ന് നമുക്ക് PRS ഡാറ്റകൾ പ്രകാരം ഒന്ന് പരിശോധിച്ച് നോക്കാം. അതായത് 2019 മുതൽ 2024 വരെയുള്ള കണക്കുകൾ പ്രകാരമാണെങ്കിൽ സുധാകരൻ്റെ അറ്റൻഡൻസ് എന്ന് പറയുന്നത് വെറും 50% മാത്രമാണ്. നമുക്ക് കാണാം നാഷണൽ ആവറേജ് ഏകദേശം രാജ്യാന്തര MP-മാരുടെ കണക്കുകൾ പ്രകാരമാണെങ്കിൽ ഏകദേശം 78% ഉണ്ടെങ്കിൽ കേരള ആവറേജ് അതായത് കേരളത്തിലെ MP-മാർ ഏകദേശം 83% നമുക്ക് കാണാം. അവിടെയാണ് വെറും സുധാകരൻ്റെ 50%ത്തിൻ്റെ പങ്കാളിത്തം നമുക്ക് കാണാൻ കഴിയുന്നത്. അതുകൂടാതെ തന്നെ രണ്ടാമത് ഡിബേറ്റ് പാർട്ടിസിപ്പേഷൻ അതായത് ചർച്ചയുടെ പങ്കാളിത്തം. സുധാകരൻ വെറും 19 ചർച്ചകളിലാണ് ഈ കാലയളവിൽ പങ്കെടുത്തത്. എന്നാൽ നമുക്ക് കാണാം നാഷണൽ ആവറേജ് ഏകദേശം 46+ ആണ് വരുന്നത്. അവിടെ വെറും 19 ചർച്ചകളിലാണ് സുധാകരൻ പങ്കെടുത്തത്. അതുകൂടാതെ തന്നെ ബഡ്ജറ്റ് സെഷൻ 2021 വെറും 8% സുധാകരൻ്റെ അറ്റൻഡൻസ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതുകൂടാതെ തന്നെ പ്രൈവറ്റ് ബിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത് വെറും 0%. മറ്റു MP-മാർ നാഷണൽ ആവറേജ് നോക്കുകയാണെങ്കിൽ 1.5% നമുക്ക് കാണാൻ കഴിയും. അതായത് ജനങ്ങളുടെ പ്രതിനിധിയായി MP ആയിട്ട് പോയിട്ട് പാർലമെൻറ്റിലെത്തിയിട്ട് അവിടെ തൻ്റെ സാന്നിധ്യം ഉറപ്പിക്കാനോ അതുകൂടാതെ തന്നെ അവിടെ പോയാൽ തന്നെ പല വിഷയങ്ങളിലോ ചർച്ചകളിലോ കൃത്യമായി പങ്കെടുക്കാൻ പോലും കെ സുധാകരനെ കൊണ്ട് കഴിയുന്നില്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത് കേന്ദ്രം ഉണ്ടാക്കുന്ന പല രീതിയിലുള്ള നിയമങ്ങളും പല രീതിയിലുള്ള അഴിമതികളും കാര്യങ്ങളുമൊക്കെ സംസാരിക്കാനും അതിനെതിരെ പ്രതികരിക്കാനും പോലും ഈ സുധാകരനെ പോലെയുള്ള MP-മാർ ഇനിഷ്യേറ്റീവ് എടുക്കുന്നില്ല എന്ന് നമുക്ക് ഈ കണക്കുകളിലൂടെ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും. കേന്ദ്രത്തിനെതിരെയും BJP-നെതിരെയും ഇദ്ദേഹത്തിൻ്റെ നിലപാട് ഇദ്ദേഹം പണ്ടേ പറഞ്ഞതാണല്ലോ. ആ വീഡിയോ വേണമെങ്കിൽ ഒന്ന് കണ്ടു നോക്കാം. കഴിഞ്ഞിട്ട് അമിത്ഷായെ കാണാൻ താല്പര്യമുണ്ടോ ചോദിച്ചിട്ട് എന്നോട് കണ്ണൂരിൽ തന്നെയുള്ള BJP നേതാവ് എന്നെ ബന്ധപ്പെട്ടിരുന്നു. എനിക്ക് BJP-യെ യോജിച്ചു പോകാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നിയാൽ ഐ വിൽ ഗോ വിത്ത് BJP. കണ്ണൂരിൽ സിംഹവും കണ്ണൂരിൽ പാർട്ടി ഉണ്ടാക്കിയതൊക്കെ നമുക്ക് പറയാം. പക്ഷേ തലമുറക്ക് അവസരം കൊടുക്കാതെ അധികാരത്തിൻ്റെ മുകളിൽ പട്ടിയിരുന്നു കൊണ്ട് ഇപ്പോഴും തൻ്റെ അധികാരവും മന്ത്രിസ്ഥാനവും മാത്രം ആഗ്രഹിച്ചുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി യഥാർത്ഥ രീതിയിൽ ശബ്ദിക്കാനോ സംസാരിക്കാനോ അദ്ദേഹത്തിനെ കൊണ്ട് കഴിയുന്നില്ലെങ്കിൽ പിന്നെ ഇവർക്കൊക്കെ എന്തിനാണ് MP, എന്തിനാണ് MLA സ്ഥാനം? നമ്മളൊന്ന് നിഷ്പക്ഷമായി ചിന്തിച്ച് അതിനെതിരെ കൃത്യമായ രീതിയിൽ പ്രതികരിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു.